ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഡൊമിനിക് 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയ്ക്ക് വലിയ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, വലിയ ഹൈപ്പും കാണുന്നില്ല. എന്താണെങ്കിലും സിനിമയുടെ സെൻസറിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമ UA സർട്ടിഫിക്കറ്റാണ്, അതായത് 13+ എന്നുള്ള ലെവലിൽ തന്നെയാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ നല്ല ലെവലിലാണ് സിനിമയ്ക്ക് ആ ഒരു സെൻസറിങ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമയുടെ ബുക്കിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്. ബുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്, അതായത് മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച 20-ാം തീയതി സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇച്ചിരി പുരോഗതി നമുക്ക് സിനിമയിൽ കാണാനുള്ളത്. ബാക്കി എല്ലാ രീതിയിലും സിനിമയുടെ കുറേ പോസ്റ്ററുകൾ ഇറക്കി വിടുന്നു എന്നല്ലാതെ വേറെ ഒരു പ്രൊമോഷനും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വളരെ ലോ ബഡ്ജറ്റ് സിനിമയൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് ഒരു സൂപ്പർ താര ചിത്രമാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. എന്നിട്ട് പോലും സിനിമയ്ക്ക് പ്രൊമോഷൻ അണിയറയിൽ നിന്ന് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയും അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളുടെയും ഏറ്റവും പോരായ്മയായിട്ട് മമ്മൂട്ടി ആരാധകർ പോലും പറയുന്ന കാര്യവും അതുതന്നെയാണ്. പ്രൊമോഷൻ്റെ കാര്യത്തിൽ വലിയ പിശുക്കാണ്. പക്ഷേ സെറ്റിൽ ചെന്നാൽ ഇത്ര നല്ല സെറ്റ് വേറെ എങ്ങും കാണാറുമില്ല എന്നുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണേലും ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണേലും മമ്മൂട്ടി കമ്പനിയുടെ സെറ്റിൽ ചെന്നാൽ അത് മികച്ചത് തന്നെയാണ്. നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. എന്തായാലും ഇവിടെ സിനിമ 23-ാം തീയതി റിലീസിനെത്തുകയാണ്. ഏകദേശം നല്ല തിയേറ്ററുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ വലിയ രീതിയിലൊന്നും ഉണ്ടാകില്ല. ഏകദേശം 200 താഴെയുള്ള തിയേറ്ററുകളിലേ ഉണ്ടാകൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് വരാം. എന്തായാലും സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബുക്ക് മൈ ഷോയിലൂടെ 20-ആം തീയതി മുതൽ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും സിനിമ റിലീസ് ചെയ്യാൻ വെറും 5 ദിവസം കൂടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ശരിക്കും 4 ദിവസമേ ഉള്ളൂ. 5-ാമത്തെ ദിവസം സിനിമ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാര്യം ഈ രീതിയിൽ തന്നെയാണ്. പിന്നെ സിനിമയുടെ ഏകദേശം സിനോപ്സിസ് ഒക്കെ പുറത്ത് വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, കളർ ബ്ലൈൻഡാണ് നായകൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴായി ഇതിൻ്റെ പോസ്റ്ററുകളിനകത്തിൽ പോലും ഒരു വ്യക്തത തരുന്നുണ്ട്. ഏതോ ഒരു കളർ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. കളർ ബ്ലൈൻഡ്നെസ് കൊണ്ട് അദ്ദേഹത്തെ അത് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം കയറിയത്. അതോടെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചു വിടുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ആവുന്നു. ഒരു വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. എന്താണേലും മമ്മൂട്ടി കമ്പനി ഒരു സിനിമ ചെയ്യുമ്പോൾ കൊള്ളാവുന്ന സിനിമയായിരിക്കും എന്നുള്ളത് തന്നെ വിശ്വാസം. ആ വിശ്വാസം ഉറപ്പായിരിക്കും എന്നുള്ളതിന് സംശയവുമില്ല. കാത്തിരിക്കാം. സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുന്നു. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നവർ ഒന്ന് കമൻസിലൂടെ പറയാം. ബാക്കിയുള്ളവർ ഫാൻ ഷോസ് വെച്ച് തകർക്കുമ്പോൾ മമ്മൂട്ടി കമ്പനി ഇറക്കുന്ന സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസമെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ നിരാശാജനകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷൻ കാണുമ്പോൾ നമുക്ക്. പക്ഷേ സിനിമ കൊള്ളാമെങ്കിൽ വേറെ ഒന്നും തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പൊക്കോളും. ആദ്യ ഷോ കഴിയുമ്പോൾ അതിൻ്റെ രീതിയിലേക്ക് പൊക്കോളും. പ്രത്യേകിച്ച് ആദ്യ ഹൈപ്പിനെ നേരെ ഉൾട്ടയടിക്കുന്ന തരത്തിലാണ് സിനിമയുടെ ടീസർ വന്നത്. ആ ടീസർ തന്നെയാണ് സിനിമയ്ക്ക് ഏറ്റവും പോരായ്മ ഉണ്ടാക്കി കൊടുത്തത്. അതിപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. സാധാരണ സിനിമകൾ വരുമ്പോൾ പലരുടെയും കമൻസിൽ നീയൊക്കെ കൂടെ ഹൈപ്പ് കയറ്റി പടം പൊട്ടിക്കും എന്ന് പറയുന്നിടത്ത് ഇന്ന് ഹൈപ്പില്ലാത്ത സിനിമ വരുമ്പോൾ എന്തേ ഹൈപ്പില്ലാത്ത എന്ന ഒരു കമൻസിലൂടെ ആളുകളെ പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. എന്താണ്, സിനിമ വലിയ വിജയമാകട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹവും ഒപ്പോൾ ആശംസയും നേരുന്നു. ഗ്രേറ്റ് മീഡിയാസ്.